ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി പ്രസംഗിക്കാത്ത ഒരാൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ശുശ്രൂഷയുമാണ് ക്രൈസ്തവ സന്ദേശത്തിൻ്റെ കേന്ദ്രം. മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റു മതങ്ങൾ പലതുണ്ട്. തത്വചിന്തയുടെ കാര്യത്തിലും ശ്രേഷ്ഠമായവ വേറെയുണ്ട്. എന്നാൽ ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരു വ്യക്തി ഈ ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരുന്നിട്ടില്ല, ഇനിയും ഉണ്ടാകുവാനും പോകുന്നില്ല. ജീവസന്ദേശത്തിൻ്റെ കൊലോസി ലേഖന പഠനത്തിലേക്ക് സ്വാഗതം. ദൈവനീതിയുടെ ഔന്നത്യം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് കാൽവറി ക്രൂശിലാകുന്നു. ദൈവത്തോട് മനുഷ്യന് നിരപ്പുണ്ടാക്കിയ ക്രിസ്തുവിൻ്റെ മരണം മറഞ്ഞിരിക്കുന്ന മനുഷ്യന് അത് തീരാ നഷ്ടമാകുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പാപിക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതത്രേ നാം ഇവിടെ ചിന്തിക്കുന്നത്. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. നാം വായിച്ചു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി എന്ന്. കർത്താവായ യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് മറുവില ക്രൂശിൽ നൽകിയതിനാൽ പാപിയും ദൈവവും തമ്മിൽ സമാധാനം അല്ലെങ്കിൽ നിരപ്പ് അല്ലെങ്കിൽ രമ്യതയുണ്ടായി എന്നർത്ഥം. ദൈവം ഇന്നും മനുഷ്യനെ ശത്രുവായി കാണുന്നില്ല. പിന്നെയോ അവൻ നമ്മോട് പറയുന്നത്, ഞാൻ നിൻ്റെ ശിക്ഷ ഏറ്റെടുത്തിരിക്കുന്നു, നിൻ്റെ പാപത്തിൻ്റെ മറുവില ഞാൻ കൊടുത്തു തീർത്തിരിക്കുകയാണ്, നിനക്ക് എൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ കഴിയുമെന്ന് നീ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ തിരിഞ്ഞെങ്കിലേക്ക് വരുമെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി സമാധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതത്രേ ദൈവം പറയുന്നത്. പിന്നെ നാം വായിച്ചു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയിരിക്കുന്ന വിഷയം ഇതുതന്നെയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ടാക്കിയിരിക്കുന്നു. പാപങ്ങളുടെ മോചനവും ക്രൂശിലെ രക്തവും ഒരുമിച്ചാണ് പൗലോസ് കാണുന്നത്. പാപത്തിൻ്റെ ശിക്ഷ സഹിച്ചതിനാൽ അഥവാ പിഴയടച്ചതിനാൽ ദൈവത്തിന് പാപം ക്ഷമിക്കുവാൻ കഴിയും. യേശു അത് തൻ്റെ ക്രൂശിലെ രക്തം മുഖാന്തരമാണ് സാധിച്ചത്. അതിനാൽ നീതിമാനായ ഒരു ദൈവത്തിന് താങ്കളുടെയും പാപം ക്ഷമിക്കുവാൻ കഴിയും. അതാണ് ക്രിസ്തു ചെയ്തത് എന്നോർക്കണം. ദൈവം സ്നേഹവാനായ ദൈവമാണ്. അവൻ തൻ്റെ കരം നീട്ടിക്കൊണ്ട് പാപിയോട് പറയുന്നത്, കടന്നു വാ, ഞാൻ നിനക്ക് വീണ്ടെടുപ്പിൻ്റെ സ്വസ്ഥത നൽകാം എന്നാണ്. സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും എന്ന് നാം വായിച്ചല്ലോ. നിരപ്പ് മനുഷ്യനുമായിട്ടും വീണ്ടെടുപ്പ് ദൈവമായിട്ടും ബന്ധപ്പെട്ടതാണ്. ഞാൻ നിന്നോട് നിരന്നിരിക്കുന്നു, ഇപ്പോൾ നീ എന്നോട് നിരപ്പ് പ്രാപിക്കുമോ എന്നാണ് ദൈവം സകല മനുഷ്യരോടും ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ എടുക്കേണ്ട തീരുമാനം അവിടെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ദൈവത്തെ തങ്കിലേക്ക് ആകർഷിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. സുഹൃത്തെ, ദൈവം നമ്മെ തങ്കിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവം നിരന്നിരിക്കുന്നു. മനുഷ്യനോട് ദൈവം പറയുന്നത്, നീ എന്നോട് നിരപ്പ് പ്രാപിക്കുക എന്നാണ്. സകലത്തെയും നിരപ്പിപ്പാനും എന്ന് പൗലോസ് പറയുമ്പോൾ നിരപ്പ് പ്രാപിക്കേണ്ട സകലവും അഥവാ നിരപ്പിനു വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന സകലവും എന്നാണ് അതിൻ്റെ അർത്ഥം.
ഈ വാക്യം അടിസ്ഥാനമാക്കി സകലരും രക്ഷിക്കപ്പെടുമെന്ന് തെറ്റായ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുന്ന പക്ഷം ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് കൂടുതൽ സഹായകമാകും. അവിടെ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എല്ലാം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ലോകത്തിലുള്ള സകലവും പൗലോസ് അപ്പോസ്തലൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പൗലോസിന് നഷ്ടപ്പെടുത്തുവാനുണ്ടായിരുന്ന സകല കാര്യങ്ങളും എന്നേ ഇതിനർത്ഥമുള്ളൂ. മുകളിലത്തെ വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ മതപരമായ ശ്രേഷ്ഠതകളെല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാമാണ് താൻ ഛേദം എന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. തനിക്കില്ലാത്ത യാതൊന്നും പൗലോസിന് നഷ്ടപ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ലല്ലോ. പിന്നെ നാം വായിച്ചു, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ നിരപ്പ് പ്രാപിപ്പാനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന സകലത്തെയും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പരിമിതിപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിക്ക് അടിയിലുള്ളതിനെ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ചും അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ്റെ കാൽക്കീഴാക്കുവാൻ പോകുന്ന സർവവും എന്തൊക്കെയാണ്? അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുമെന്ന് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും താഴെയുമുള്ള സകലവും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുവാൻ പോകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അവ എല്ലാം നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു എന്ന് അതിനർത്ഥമില്ല. അധോലോകത്തിലുള്ളവ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു എന്ന് പൗലോസ് സൂചിപ്പിച്ചിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം എല്ലായ്പ്പോഴും സ്നേഹവാനും എല്ലായ്പ്പോഴും ക്ഷമിക്കുന്നവനും സുസ്മേരവദനുമായിരിക്കുന്നു എന്ന ചിന്ത ഉപേക്ഷിക്കേണ്ടത് ആവശ്യമത്രേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളവ ദൈവത്തോട് നിരപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ അധോലോകത്തിലുള്ളവ നിരപ്പ് പ്രാപിച്ചിട്ടില്ല. അത് അവൻ്റെ മുമ്പിൽ മുട്ടുവണങ്ങേണ്ടതായിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. എന്നാൽ അവ അവനോട് നിരപ്പ് പ്രാപിച്ചിട്ടില്ല. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ട സ്ഥാനവും ജീവിതവും ഇതാണ്, ഇപ്പോഴാണ്. സ്വർഗത്തിലുള്ളത് എന്ന് നാം വായിച്ചല്ലോ. നാം സ്വർഗത്തിന് വേണ്ടി തയ്യാറാകണം എന്നു മാത്രമല്ല, സ്വർഗം നമ്മെ സ്വീകരിപ്പാൻ തയ്യാറായിരിക്കേണ്ടതുമാണ്. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. മനുഷ്യാവതാരം മൂലം ദൈവം മനുഷ്യൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. യേശുവിൻ്റെ രക്തത്താൽ മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് കടന്നു ചെല്ലുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ അനുസരിച്ച് ഈ രക്തം സ്വർഗത്തിലുള്ളവയെയും ശുദ്ധീകരിക്കുന്നു എന്ന് നാം കാണുന്നു. സ്വർഗവും നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 21-ഉം 22-ഉം വാക്യങ്ങൾ ഞാൻ ഇനി വായിക്കട്ടെ. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. നാം നല്ലവരായി തീരുന്നത് വരെയും ഈ നിരപ്പിൻ്റെ പ്രവർത്തനത്തിനായി ദൈവം കാത്തു നിന്നില്ല. ഞാനും നിങ്ങളും ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ, ഈ ദുഷ്പ്രവർത്തികൾ നാം ചെയ്തു കൂട്ടിയപ്പോൾ തന്നെ ദൈവം നമ്മെ തന്നോട് നിരപ്പിച്ചു എന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി ആവശ്യമായത് ദൈവം ചെയ്യാഞ്ഞതുകൊണ്ടാണ് ഞാൻ നഷ്ടപ്പെട്ടു പോയത് എന്ന് ഒരു വ്യക്തിക്ക് പോലും പറയുവാൻ കഴിയുകയില്ല. താൻ നഷ്ടപ്പെടണം എന്ന് മനഃപൂർവ്വമായി ചിന്തിക്കുന്ന ഒരാളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം അങ്ങനെയുള്ളവർ ദൈവത്തോടുള്ള ശത്രുതയിൽ തന്നെ മുൻപോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. മുമ്പേ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ എന്ന് നാം വായിച്ചല്ലോ. ദൈവത്തിൽ നിന്ന് മാനസികമായ അകൽച്ചയും ധാർമ്മികമായ അകൽച്ചയും ഉണ്ട് എന്ന് ഇത് സൂചിപ്പിക്കുന്നു.
ചില ഭയങ്കര പാപങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അനേക ആളുകളുണ്ട്. എന്നാൽ അവരുടെ മനസ്സിൽ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് അവർ നഷ്ടപ്പെടുവാനുള്ള കാരണം. ഇന്നും അനേകം ബുദ്ധിജീവികൾ എന്ന് അഭിമാനിക്കുന്നവർ ദൈവത്തോട് പകയും ശത്രുതയും ഉള്ളവരായിരിക്കുന്നു. മനുഷ്യൻ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയത്രേ ചെയ്യുന്നത്. തൻ്റെ ജഡശരീരത്തിൽ ക്രിസ്തു വാസ്തവമായി കഷ്ടത അനുഭവിച്ചു എന്ന് ഈ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ കഷ്ടത അനുഭവിച്ചത് ഒരു തോന്നൽ മാത്രമായിരുന്നില്ല, പിന്നെയോ അവൻ യഥാർത്ഥ ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചു. അത് യാഥാർത്ഥ്യമായിരുന്നു. ഈ ജ്ഞാനവാദികളുടെ അല്ലെങ്കിൽ നോസ്റ്റിക്സിൻ്റെ ദുരുപദേശത്തിന് വ്യക്തമായ മറുപടിയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. അവൻ്റെ മുമ്പിൽ നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. പഴയ നിയമത്തിൽ യാഗത്തിനുള്ള മൃഗം കുറ്റം അല്ലെങ്കിൽ ഊനമില്ലാത്തതായിരിക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. എനിക്കും താങ്കൾക്കും ഊനമില്ലാത്ത അല്ലെങ്കിൽ കുറ്റമില്ലാത്ത പൂർണ്ണത ദൈവസന്നിധിയിൽ കാഴ്ചവെപ്പാൻ കഴിയുകയില്ല. എന്നാൽ ദൈവമാകട്ടെ അപൂർണമായതും കുറവുള്ളതുമായതിനെ സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ രക്ഷപ്പെടുവാൻ കഴിയാത്തത്. നീതിമാനായ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിന് നമ്മെ കുറ്റമില്ലാത്തവരായി ഊനമില്ലാത്തവരായി ദൈവം മുൻപിൽ നിർത്തുവാൻ കഴിയും. അതെപ്രകാരമാണ് സാധ്യമാകുന്നത്? അവൻ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തത് മൂലമാണ് അത് സാധ്യമായിരിക്കുന്നത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നു. ദൈവമാണ് നമ്മെ നീതീകരിക്കുന്നവൻ. നാം നീതീകരിക്കപ്പെട്ടവരെന്ന് ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ യാതൊരു വ്യക്തിക്കും നമുക്കെതിരെ കുറ്റം ആരോപിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ സകല കുറ്റങ്ങളിൽ നിന്നും അവനാണ് നമ്മെ മോചിപ്പിച്ചത്. 23-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. ഭാവി കാലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യവസ്ഥയോട് കൂടിയ കാര്യമല്ലിത്. നിലനിന്നു കൊണ്ടാൽ എന്ന വാക്ക് വ്യവസ്ഥയുടേതല്ല, പിന്നെയോ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വാദഗതി ഉന്നയിക്കുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഒന്ന് ശരിയെങ്കിൽ മറ്റേത് ശരിയെന്ന് തെളിയിക്കുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നതിനാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും എന്ന അർത്ഥമാണ് ഇവിടെ ലഭിക്കുന്നത്. നാം നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. അത് ഒരു സാധ്യമായി തീർന്ന വസ്തുതയാണെന്നതാണ് പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. നിങ്ങൾ ഇന്ന് ഒരു ദൈവപൈതലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കും. നിങ്ങൾ കേട്ടതായ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകിപ്പോകുകയില്ല. എന്നിട്ട് പൗലോസ് പറയുകയാണ്, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. പൗലോസിന് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് താൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായി തീരുവാനുള്ള മഹത്വകരമായ പദവി ലഭിച്ചതോർത്ത് സന്തോഷിക്കുവാൻ കഴിയുമായിരുന്നു. ഏതൊരു വ്യക്തിക്കും ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ പദവിയാണ് ഇത് എന്നത്രേ ഞാൻ കരുതുന്നത്. ഇനിയും 24-ാം വാക്യത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചാട്ട് 24-ാം വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടിയുള്ള കഷ്ടതകളിൽ കുറവായുള്ളത് പൂരിപ്പിക്കുകയാണ് താൻ ചെയ്യുന്നത് എന്നത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. അതൊരു വിചിത്രമായ പ്രസ്താവനയല്ലേ? ഇത്രയും നാൾ നിങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലേ അത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്നും അവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു എന്നും
നമ്മുടെ രക്ഷയ്ക്കായി യാതൊന്നും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ലെന്നും അല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞു വന്നത് എന്ന് നിങ്ങളിൽ ചിലർ എന്നോട് ചോദിച്ചേക്കാം. അതാണ് ശരി. ഈ വാക്യം ആ സത്യത്തിന് വിരുദ്ധമല്ല എന്ന് ഞാൻ പറയട്ടെ. ആ സത്യത്തെ ഇത് അവഗണിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടതകളിൽ എന്തോ കുറവ് സംഭവിച്ചു എന്ന് പൗലോസിന് ആ കുറവ് നികത്തേണ്ടതായി വന്നു എന്നും ചിലർ ഇതിനർത്ഥം കൽപ്പിക്കാറുണ്ട്. അഥവാ പൗലോസ് അവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകൾ പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന ചിന്തയാണ് പലർക്കുമുള്ളത്, അഥവാ പൂർത്തീകരിക്കുകയാണ്. ഈ ചിന്താഗതികളെല്ലാം തന്നെ അതിശയിപ്പിക്കുന്നതാണ്. കാരണം ഈ ലേഖനം ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം അത് പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ നാം വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സകലവും അവനെ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത്. സകലത്തിലും ക്രിസ്തുവിനാണ് 1-ാം സ്ഥാനമുള്ളത്. എന്നാൽ ഈ വാക്യത്തിൽ ഇനിയും എന്തോ ചെയ്യുവാനുണ്ട് എന്ന ചിന്ത ഉളവാക്കുന്നത് അത്രേ. അതിന് ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. പൗലോസ് ഈ ലേഖനം കാരാഗ്രഹത്തിൽ നിന്നാണ് എഴുതുന്നത്. താൻ തൻ്റെ കഷ്ടതകളെല്ലാം പൂർത്തീകരിച്ചു എന്നവൻ പറയുന്നു. പൗലോസിനെ രക്ഷിച്ചതിൻ്റെ ഉദ്ദേശവും താൻ എപ്രകാരമാണ് അവനെ ഉപയോഗിപ്പാൻ പോകുന്നത് എന്ന സംഗതിയും യേശു ക്രിസ്തു അനന്യാസിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യവും നാം ഓർമ്മിക്കുന്നുണ്ടല്ലോ. നാം വായിക്കുന്നു അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ കർത്താവ് അവനോട്, അതായത് അനന്യാസിനോട്, നീ പോക, അവൻ, അതായത് പൗലോസ്, എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ പൗലോസ് തടവിൽ കിടന്നുകൊണ്ട് എഴുതുന്നതായ സമയം അവൻ പറയുകയാണ് താൻ അത് പൂർത്തിയാക്കി എന്ന്. അനന്യാസിനോട് ദൈവം പറഞ്ഞത് പൗലോസ് പൂർത്തിയാക്കി. പൗലോസിൻ്റെ കഷ്ടതകൾ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല എന്ന കാര്യം വ്യക്തമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെ കഷ്ടതകൾ മറ്റുള്ളവർക്കോ തനിക്ക് തന്നെയോ വീണ്ടെടുപ്പിന് വേണ്ടി യാതൊരു വിധത്തിലും പ്രയോജനപ്രദമായിരുന്നില്ല. പൗലോസ് തൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഇവിടെ വളരെയധികം സൂക്ഷ്മതയുള്ളവനായിരുന്നു. ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പിൻ്റെ കാര്യം പറയുമ്പോൾ പൗലോസ് കഷ്ടതയെന്നല്ല, ക്രൂശുമരണം, അവൻ്റെ രക്തം എന്നീ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെ 2 ഗ്രൂപ്പുകളായി നമുക്ക് തിരിക്കാവുന്നതത്രേ. ഈ ഭാഗം മനസ്സിലാക്കുന്നതിനായി നമുക്ക് ആ വിധത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെ ഒന്ന് കാണാം. ഒന്നാമതായി ക്രിസ്തു അനുഭവിക്കുകയും എന്നാൽ നമുക്ക് ഒരു വിധത്തിലും അതിൽ പങ്കുചേരുവാൻ കഴിയാത്തതുമായ കഷ്ടതകൾ. യേശു ഒരു മനുഷ്യൻ എന്ന വിധത്തിൽ കഷ്ടത അനുഭവിച്ചു. അവൻ മാനുഷികമായ കഷ്ടതകൾ സഹിച്ചു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ സകല മനുഷ്യർക്കും സാധാരണയായുള്ള കഷ്ടതകൾ അവൻ വഹിച്ചു. യേശു ജനിച്ചപ്പോൾ സാധാരണ ശിശുക്കളെപ്പോലെ അവനും കരഞ്ഞു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. എനിക്കും താങ്കൾക്കും ഉള്ളതുപോലെ ബലഹീനമായ ജഡമാണ് അവനെ സ്വീകരിച്ചത്. യേശുവിന് വിശക്കുകയും ദാഹിക്കുകയും ചെയ്തിരുന്നു. അവൻ ഏകാന്തത അനുഭവമാകുമായിരുന്നു. ദുഃഖവും വേദനയും അവൻ സഹിച്ചു. ക്ഷീണിച്ച് അവശനായിരുന്നതിനാൽ യേശുവിന് പടകിൽ കിടന്നുകൊണ്ട് ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നു. അവയെല്ലാം മാനുഷികമായ കഷ്ടതകളാണ്, പരിമിതികളാണ്. അവ നമുക്കെല്ലാവർക്കും ഉള്ളത് തന്നെ. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ഗലാത്യ ലേഖനം 6:5, ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ എന്ന്. നാം തന്നെ ചുമക്കേണ്ടതായ ചില ഭാരങ്ങളുണ്ട്. നാം തനിയെയാണ് ജനിച്ചത്. നമ്മുടെ കർത്താവും അതുപോലെ തന്നെ. നാം തനിയെ വേദന അനുഭവിക്കുന്നു. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നാം തനിയെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. നാം അവയെ തനിയെ അഭിമുഖീകരിക്കുന്നു. വേറെ ഒരുത്തർക്കും നമ്മോടുകൂടെ പങ്കിടുവാൻ കഴിയാത്ത ദുഃഖമുണ്ടാകുന്നു. നാം രോഗികളായി തീരുമ്പോൾ നമ്മുടെ സ്ഥാനം ഏറ്റെടുക്കുവാൻ വേറൊരാൾക്ക് കഴിയുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കിടുവാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
താങ്കൾക്കും എനിക്കും മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടതായ സന്ദർഭം ജീവിതത്തിൽ വന്നു ചേരും. മാനുഷികമായി പറഞ്ഞാൽ നാം ഓരോരുത്തരായി തനിയെ മരിക്കും. വേറൊരാൾക്കും മരണത്തിൽ നമ്മോടുകൂടെ വരുവാൻ കഴിയാത്ത സമയത്ത് യേശു നമ്മോടുകൂടെ ഉണ്ട് എന്ന് ഒരു വിശ്വാസിക്ക് അറിയുവാൻ കഴിയുന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണെന്ന് പറയുവാൻ കാരണം അതത്രേ. യേശുക്രിസ്തു മാനുഷികമായ കഷ്ടതകൾ സഹിച്ചു. അത് പങ്കിടുവാൻ കഴിയാത്ത കഷ്ടതകളാണ്. ഇനിയും പങ്കിടുവാൻ കഴിയാത്തതായ ക്രിസ്തു അനുഭവിച്ച രണ്ടാമത്തെ കഷ്ടത ദൈവപുത്രൻ എന്ന നിലയിലുള്ള അവൻ്റെ കഷ്ടതകളാണ്. ക്രിസ്തു ദൈവമാണ്. എന്നിരുന്നാലും അവൻ മനുഷ്യജാതിയുമായി തന്നെ ഏകീഭവിപ്പിച്ചു, താതാത്മ്യപ്പെടുത്തി. യാതൊരു മനുഷ്യനും യേശുവിന് സഹിക്കേണ്ടി വന്ന കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല. അവിടുന്ന് തൻ്റെ സഹോദരങ്ങളെപ്പോലെ മനുഷ്യനായി വന്നു. അവൻ തന്നെ കഷ്ടമനുഭവിച്ചു. എന്നാൽ അവിടുന്ന് ദൈവപുത്രൻ എന്ന വിധത്തിലാണ് കഷ്ടത സഹിച്ചത്. ഈ കഷ്ടതയെക്കുറിച്ച് 69-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. 69-ാം സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു, പട്ടണവാതിൽക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലപിക്കുന്നു, ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. അവൻ നസറത്ത് എന്ന ആ ചെറിയ പട്ടണത്തിലെ മദ്യപന്മാരുടെ പാട്ടായിരുന്നു. അവൻ രട്ടുശീല ഉടുപ്പായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയും. അവൻ ദൈവപുത്രനായിരുന്നതിനാൽ എത്രമാത്രം കഷ്ടം അനുഭവിച്ചു എന്ന് ഒന്ന് ചിന്തിക്കുക. അവനെ പടയാളികൾ ബന്ധിച്ചു, റോമൻ പടയാളികൾ ബന്ധിച്ചു. മഹാപുരോഹിതൻ്റെ പടയാളികൾ അവനെ പരിഹസിച്ചു. അവർ അവനെ അങ്കി ധരിപ്പിക്കുകയും മുള്ളുകൊണ്ടുള്ള കിരീടം അവൻ്റെ തലയിൽ വെക്കുകയും ചെയ്തു. പടയാളികൾ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അവർ അവനെ ക്രൂശിൽ തറച്ചു. വേറൊരു മനുഷ്യനും ഒരിക്കലും സഹിക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധം യേശു കഷ്ടം സഹിച്ചു. അവിടുന്ന് ദൈവപുത്രനായിട്ട് കഷ്ടം സഹിച്ചു എന്നതത്രേ അതിൻ്റെ കാരണം. ഇനി വേറൊരു കാര്യം, അവൻ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടിയുള്ള യാഗമായിട്ടും കഷ്ടത അനുഭവിച്ചു. അവിടുന്ന് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. നമുക്കാർക്കും തന്നെ ആ പറഞ്ഞ കഷ്ടതയിൽ പ്രവേശിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ മരണം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. അവൻ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അവിടുന്ന് ഏകനായി ക്രൂശിൽ കയറി. അവിടുന്ന് ദൈവത്താലും മനുഷ്യരാലും ത്യജിക്കപ്പെട്ടവനായി തീർന്നു. അവൻ്റെ രക്തം രക്തസാക്ഷിയുടെ രക്തമല്ല, യാഗരക്തമായിരുന്നു. ക്രൂശിൽ അവൻ കിടന്നതിൻ്റെ ആദ്യത്തെ 3 മണിക്കൂറുകളിൽ മനുഷ്യർ ഏറ്റവും ഹീനമായത് അവനോട് ചെയ്തു. എന്നാൽ അടുത്ത 3 മണിക്കൂറുകളിൽ ദൈവം തനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം ചെയ്തു. അപ്പോൾ ക്രൂശ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെട്ട യാഗപീഠമായി തീർന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു എന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എനിക്കും താങ്കൾക്കും സഹിക്കാൻ കഴിയാത്ത കഷ്ടതയാണ് ആ പറഞ്ഞത്. അത് യേശുവിന് മറ്റാരുമായും പങ്കുവയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇനി രണ്ടാമതായി നമുക്ക് അവനുമായി പങ്കുവയ്ക്കുവാൻ കഴിയുന്നതായ ചില കഷ്ടതകൾ ക്രിസ്തു സഹിച്ചു. ഒന്നാമത് നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കാത്തതായ കഷ്ടതകൾ, ഇനിയും പങ്കുവെക്കുവാൻ കഴിയുന്ന കഷ്ടതകൾ. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പൗലോസ് ഈ കഷ്ടതകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നീതിക്ക് വേണ്ടിയുള്ള കഷ്ടതകളുണ്ട്. തൻ്റെ സ്വന്തം പട്ടണമായ നസ്രയത്തിലെ ദേവാലയത്തിൽ വെച്ച് യേശു ഇപ്രകാരം പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം, എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യൻ ആയ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. യേശുക്രിസ്തു നീതി സ്ഥാപിക്കുന്നതിന് വേണ്ടി കഷ്ടത അനുഭവിച്ചു. നാമും അപ്രകാരം തന്നെ സഹിക്കേണ്ടതാണെന്ന് വളരെ വ്യക്തമായി തിരുവചനം പഠിപ്പിക്കുന്നു. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ഇപ്രകാരം എഴുതി. 2 തിമോത്തിയോസ് 3-ന്റെ 11-ാം വാക്യവും 12-ാം വാക്യവും, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവവും ഉണ്ട്.
ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ യഥാർത്ഥമായി തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ലോകം അവനെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയും. കായിക താരങ്ങളെ ലോകം അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. കലാരംഗത്തുള്ള ആളുകളെ വാഴ്ത്തുന്നു. രാഷ്ട്രീയക്കാരെ സ്തുതിക്കുന്നു. ടി വിയിലും സിനിമയിലുമൊക്കെ കാണുന്നതായിട്ടുള്ള താരങ്ങളെ വാനോളം പുകഴ്ത്തുന്നു, ഉയർത്തിക്കൊണ്ട് നടക്കുന്നു. അധ്യാപകരെ ബഹുമാനിക്കുന്നു. എന്നാൽ ദൈവമക്കളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ നീതിക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ നീതി നിമിത്തം ഉപദ്രവം അനുഭവിക്കേണ്ടതായി വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, റോമാലേഖനം 8:36, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അനുഭവം അതായിരിക്കും. ഇനിയും അവനോട് പങ്കിടുവാൻ സാധിക്കുന്ന വേറൊരു കാര്യം, സുവിശേഷ ഘോഷണത്തിൽ നാം നമ്മെ തന്നെ യേശുക്രിസ്തുവുമായി ഏകീഭവിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതായ കഷ്ടതകളുണ്ട്. നാം ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവും നമ്മിൽ കൂടെ, അതായത് അവൻ്റെ ശരീരമായ സഭയിൽ കൂടെ കഷ്ടം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ പൗലോസിന് പ്രത്യക്ഷനായപ്പോൾ അവനോട് ഇപ്രകാരമാണ് ചോദിച്ചത്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ യുവാവും പരീശനുമായ ശൗൽ ആശ്ചര്യപ്പെട്ടിരിക്കാനിടയുണ്ട്. താൻ ക്രിസ്ത്യാനികളെയാണ് ഉപദ്രവിക്കുന്നത് എന്നത്രേ തർസോസുകാരനായ ശൗൽ വിചാരിച്ചിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ താൻ യേശുക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ശൗലിന് അത് വലിയ ആഘാതമായി മാറുകയാണ് ഉണ്ടായത്. നമ്മുടെ കഷ്ടതകളെക്കുറിച്ച് പത്രോസ് ഇതത്രേ പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 4:12-13 വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഒരു കാര്യം നിശ്ചയമാണ്, ഇന്ന് സുവിശേഷം പ്രചരിക്കപ്പെടണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കഷ്ടത അനുഭവിച്ചേ മതിയാകൂ. ഒരു ശിശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിനായി ഒരു മാതാവ് വേദന അനുഭവിച്ചേ മതിയാകൂ. കഷ്ടത അഥവാ വേദന അനുഭവിക്കുവാൻ തയ്യാറുള്ള ക്രിസ്തു വിശ്വാസികൾ കുറഞ്ഞു പോകുന്നതാണ് കൂടുതൽ ആളുകൾ വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത്. കഷ്ടത അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര വാസ്തവമാണല്ലേ? ഉണർവുണ്ടായി കാണുവാൻ നാം എല്ലാം ആഗ്രഹിക്കുന്നവരാണ്. സാക്ഷ്യം കൊടുക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിനെക്കുറിച്ചും നാം എല്ലാം സാധാരണ സംസാരിക്കാറുണ്ട്. എന്നാൽ സുഹൃത്തെ, ഇന്ന് സുവിശേഷം അറിയുകയും ജനം രക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലർ അതിൻ്റെ വില കൊടുക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമത്രേ. ദൈവവചനം പ്രചരിപ്പിക്കുന്നതിനായി താങ്കൾ എത്രമാത്രം കഷ്ടത സഹിക്കുന്നുണ്ട്? എന്ത് നഷ്ടമാണ് താങ്കൾക്ക് ആ കാര്യത്തിൽ ഉണ്ടാകുന്നത്? സുവിശേഷ നിമിത്തം കഷ്ടത അനുഭവിക്കുവാൻ താങ്കൾ തയ്യാറാണോ എന്നത്രേ ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാനും ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുവാനും ഒരു ക്രിസ്തു വിശ്വാസിക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ സന്തോഷിപ്പീൻ എന്നാകുന്നു തിരുവചനം പറയുന്നത്. കാരണം അങ്ങനെയുള്ളവർക്ക് തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും എന്നെഴുതിയിരിക്കുന്നു.